ലാൽ സലാം ദൃശ്യം 3 ഇറങ്ങാൻ 9 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പ്രീസെയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് ഏകദേശം 5 കോടിക്ക് അടുത്തുള്ള എമൗണ്ടാണ്. ഇന്ന് വീണ്ടും കളക്ഷൻ നമ്മൾ നോക്കുകയാണ്. രണ്ടാം ദിനത്തിലെ കളക്ഷനിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് സിനിമ 2 കോടി രാവിലെ തന്നെ തൂക്കി ഇപ്പോൾ 2.5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 7 കോടിയും കടന്നിരിക്കുകയാണ്. അതെ, ഈ ഒരു സിനിമ എൽ മാജിക്കിലൂടെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഇടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് 9 ദിവസങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. ഇനിയും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. അതിശയോക്തിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിലെ നായകൻ മോഹൻലാലാണ്. ഒപ്പം ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത് വരുന്ന ഈ ഒരു ചിത്രത്തിന് അത്രത്തോളം ആരാധകരുമുണ്ട്. എന്തായാലും വേൾഡ് വൈഡായിട്ട് 7 കോടിയും കടന്ന്, അതായത് നാളെ കൊണ്ട് സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതായത് ഇതോടെ നമുക്ക് ഉറപ്പിക്കാം, ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ ഉണ്ടാകും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 25 കോടി നേടുമോ എന്നുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ അത് നേടാൻ ഏറെ ചാൻസുമാണ്. അത്രത്തോളം തിയേറ്ററുകളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടി വരും. ഫാൻ ഷോസ് കാര്യങ്ങളെല്ലാം 100-ന് മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ബുക്കിംഗ്, അതിന് മുകളിലേക്ക് പല സ്ഥലങ്ങളിലും ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ഡബ്ഡ് വെർഷൻസാണ് ഇനി വരാൻ പോകുന്നത്. അതിന് ഏറെ പരിപാടികളൊന്നുമില്ല. തമിഴ്, തെലുങ്ക്, കന്നഡയിലെല്ലാം ഈ പറഞ്ഞ പോലെ ഡബ്ഡ് വെർഷൻസ് വരുന്നു എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളുമായി ആൻ്റണി പെരുമ്പാവൂർ ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുമ്പോൾ ഇപ്പോൾ മണിക്കൂറിൽ 2200-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. കൊല്ലം സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് അമ്മാതിരി കൊടൂര ബുക്കിംഗ് തന്നെയാണ്. എല്ലായിടത്തും ഓറഞ്ച് മയം, പലയിടത്തും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും ബോളിവുഡ് ദൃശ്യം 3 സെറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അജയ് ദേവ്ഗനാണ് അവിടെ എത്താൻ പോകുന്നത്. പക്ഷേ എൻ്റയർലി ഡിഫറൻ്റ് ഒരു സംഭവമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി സിമിലർ ആണെങ്കിൽ പോലും മോഹൻലാലിൻ്റെ ആ ഒരു ജോർജ് കുട്ടിക്ക് മുന്നിൽ വേറെ ഒരാളും എത്തില്ല. അത് ജോർജ് കുട്ടി മാത്രമല്ല, ഒരു ഗസ്റ്റ് റോളിൽ വരുന്നതാണെങ്കിൽ പോലും ഒരു ഹിന്ദിക്കാരനും ഇത് ചെയ്യാനുള്ള ആംബിയർ ആയിട്ടില്ല എന്നുള്ളതുമാണ്. എന്തായാലും അടിച്ചു തൂക്കുകയാണ് സിനിമ. വിദേശ രാജ്യങ്ങളിലും ഫാൻ ഷോസും കാര്യങ്ങളുമൊക്കെ ചാർട്ട് ചെയ്ത അമ്മാതിരി കൊലത്തൂക്കാണ് സിനിമ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇനി വരുന്ന ദിവസങ്ങളിലും അതിഗംഭീരമായിട്ടുണ്ടാവും. കോഴിക്കോട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഫാൻ ഷോസ് അതിഗംഭീരമായിട്ട് തന്നെയാണ്. ഇപ്പോൾ 12ഓളം ഫാൻ ഷോസിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാജിക് ഫ്രെയിം അപ്സരയിൽ, റീഗൽ സിനിമാസിൽ, മല്ലിക പ്ലസിൽ, സുരഭി, ഇമാക്സ്, സിറ്റി മാൾ, PC ടാക്കീസ്, സന്ധ്യ സിനിമാസ്, അശോക് CNC, BM സിനിമാസ്, തൊട്ടിപ്പാലത്ത്, അതേപോലെ അലങ്കാർ മൂവീസ് തുടങ്ങിയ എല്ലായിടത്തും അമ്മാതിരി ഫാൻ ഷോസാണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ ഈ ഒരു സിനിമയുടെ ആദ്യ ദിനം എത്ര തൂക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ വരാം. നമുക്കൊന്ന് നോക്കാം 50 ആണോ 100 ആണോ എന്നുള്ളത്. അപ്പോൾ ലാൽ സലാം.